ഡിസംബർ 21. ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ പീറ്റർ കനീഷ്യസ്, വിശുദ്ധ അനസ്താസ്യൂസ്, വിശുദ്ധ ബൗദാകാരിയൂസ്, വിശുദ്ധ ഗ്ലിസേരിയൂസ്, വിശുദ്ധ ഹുണരാത്തൂസ്. വിശുദ്ധ പീറ്റർ കനീഷ്യസ് 1521 1597 കാലഘട്ടത്തിലാണ് വിശുദ്ധ പീറ്റർ കനീഷ്യസ് ജീവിച്ചിരുന്നത്. 16-ാം ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനീഷ്യസ് ഹോളണ്ടിൽ ജനിച്ചു. എന്നാൽ ജർമ്മനിയുടെ 2ാമത്തെ അപ്പസ്തോലനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യൗവനത്തിൽ താൻ മടിയനായിരുന്നുവെന്ന് പീറ്റർ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്ര മടിയനല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 19ാമത്തെ വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം MA ബിരുദം നേടി. ഉടനെ ബ്രഹ്മചര്യം നേർന്നു. 3 കൊല്ലം കഴിഞ്ഞ് 1543 അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു. 1546 അദ്ദേഹം പുരോഹിതനായി. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിലിൻ്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാദനം ചെയ്തു. ഇതര ജോലികൾ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം കാരാഗൃഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു. 1547 പീറ്റർ കനീഷ്യസ് ട്രെന്റ് സുന്നകദോസിന്റെ പല സമ്മേളനങ്ങളിലും ഹാജരായിരുന്നു. അവ നടപ്പിൽ വരുത്താൻ അദ്ദേഹം പിന്നീട് നിയുക്തനായി. മെസ്സിനായിലെ ഈശോ സഭയുടെ കോളേജിൽ കുറേ നാൾ പഠിപ്പിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി. പല കോളേജുകളും സെമിനാരികളും സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. പാഷണ്ഡികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. ഒരു നയതന്ത്ര വിദഗ്ധനായിരുന്നു ഫാദർ പീറ്റർ. പല തർക്കങ്ങളും അദ്ദേഹം വിജയപൂർവ്വം അവസാനിപ്പിച്ചു. സത്യത്തിനു വേണ്ടി പടവെട്ടുമ്പോൾ പരിഹാസമോ നിന്ദയോ പുച്ഛമോ കൂടാതെ ആദരപൂർവ്വം എതിരാളിയോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു വേദോപദേശം അദ്ദേഹം എഴുതി പ്രസിദ്ധം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ 12 ഭാഷകളായി അതിൻ്റെ 200 പതിപ്പുകൾ പ്രസിദ്ധീകൃതമായി. 70ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടു. എങ്കിലും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം തുടർന്നും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 1597 ഡിസംബർ 21-ാം തീയതി തൻ്റെ 76ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പോയി. 1925 വിശുദ്ധനെന്നും വേദപാരംഗതനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് പീറ്റർ കനീഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് ധാരാളം നൽകാനുണ്ടായാലും സാധു വിധവയെപ്പോലെ ഒരു കൊച്ചു കാശ് മാത്രമേ നൽകാനുള്ളൂവെങ്കിലും നമ്മുടെ കഴിവ് പോലെ നൽകാം. പീറ്റർ കനീഷ്യസിനോട് ജോലി അധികമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്: നിനക്ക് വളരെയേറെ ചെയ്യാനുണ്ടായിരുന്നാലും ദൈവസഹായത്തോടെ എല്ലാം ചെയ്യാൻ കഴിയും. ഇന്നേ ദിവസം ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഉന്നതഗിരികളും ശാശ്വത ശൈലങ്ങളും ഇടിച്ചു നിരത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വനങ്ങളും സുഗന്ധവൃക്ഷങ്ങളും ഇസ്രായേലിന് തണലേകി. തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രായേലിനെ തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ നയിക്കും. അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ എളിമയോടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള വരം തരണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം തുടർന്നും ഞങ്ങളിൽ നിലനിർത്തണമേ. അങ്ങ് കാണിക്കുന്ന വഴികളിലൂടെ നടക്കുവാനും നല്ല മനസ്സ് തരാനും ഞങ്ങളോട് കാരുണ്യപൂർവ്വം പ്രവർത്തിക്കണമേ. വിശുദ്ധ പീറ്റർ കനീഷ്യസെ, ലോകത്തുള്ള എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.